എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഹൈക്രോസ് ZX ആണ്. ഹൈക്രോസിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിലാണ് നമ്മളിന്ന് ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്തിരുന്ന ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ബോഡി PPF ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർവെയർ എന്ന ബ്രാൻഡിൻ്റെ 5 ഇയർ വാറണ്ടിയുള്ള PPF ആണ് നമ്മളിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് വണ്ടിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ PPF ചെയ്യുക. PPF ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള മോഡിഫിക്കേഷനിലേക്ക് പോവുക. അത്യാവശ്യം പ്രശ്നമുള്ളൊരു കളറാണ്. പിന്നെ ഹൈക്രോസിൻ്റെ പെയിൻറ്റ് തിക്നെസ് വളരെ മോശമാണ്. പെയിൻറ്റ് ക്വാളിറ്റി ടൊയോട്ടയിൽ നിന്ന് ഏറ്റവും മോശമായിട്ടുള്ളൊരു വണ്ടിയാണ് ഹൈക്രോസ്. പ്രത്യേകിച്ച് ബ്ലാക്ക് കളറെല്ലാം വെറുതെ നിൽക്കുമ്പോൾ തന്നെ സ്ക്രാച്ച് ആവുന്ന ഒരു ടൈപ്പ് പൊസിഷനാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മളൊരു PPF ചെയ്തിട്ടുണ്ട്. ഗാർവെയറിൻ്റെ 5 ഇയർ PPF ആണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ മെയിൻ വർക്ക്സും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. പ്രധാനമായിട്ട് നമ്മൾ ആ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ZX ആയതുകൊണ്ട് തന്നെ അഡാസിൻ്റെ പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ട്. ജിയ ഗ്രില്ല് മഴയുള്ള സമയത്ത് ഓടുമ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നം കാണിക്കുന്നുണ്ട്, ക്ലീൻ സെൻസർ. പക്ഷേ അത് ആ സെൻസർ ക്ലീൻ ആക്കി കൊടുക്കുമ്പോൾ അത് പോകുന്നതാണ്. മഴയത്ത് മാത്രമേ ഉള്ള ആ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു Type 2 ഗ്രില്ലാണ്. നമ്മുടെ ജിയ ഗ്രില്ല് പോലെ തന്നെയാണ്, പക്ഷേ അഡാസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ഒറിജിനൽ ലോഗോ തന്നെയാണ്. ഈ ഒറിജിനൽ ലോഗോ തന്നെ നമ്മൾ റിമൂവ് ആക്കി വയ്ക്കും. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അഡാസ് വെച്ചിട്ടുള്ളത്. പിന്നീട് ഒരു 3 ലൈറ്റ്സ് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമ്മളൊരു ഓക്സിലറി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ട്രൈ കളർ ഫോഗ് ലാമ്പ്, അത് ബേസ് തൊട്ട് എല്ലാ വണ്ടിയിലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഈ 3 ലൈറ്റ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി ഫുൾ ബ്ലാക്ക് ഔട്ട് ലുക്കിന് വേണ്ടിയിട്ട് DRL ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ZXOയ്ക്ക് DRL വരുന്നതാണ്. നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് മെട്രിക്സ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ DRL ആഡ് ചെയ്തിട്ടുണ്ട്. അത് 2 വർഷം വാറണ്ടി വരുന്ന DRL ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ സാധനമാണ്, ഈ ഹെഡ് ലാമ്പാണ്. ഇതൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. ആൽഫ്രഡ് ഹെഡ് ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് DRL ഫംഗ്ഷനും വരുന്നുണ്ട്. 3 പ്രൊജക്ടറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ത്രോ ഉള്ള ലൈറ്റാണ്. ഇതിൻ്റെ ലൈറ്റിൻ്റെ വീഡിയോസ് കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഈ 3 സെറ്റപ്പ്, അതായത് ഈ ഹെഡ് ലാമ്പ്, അതിനോടൊപ്പം തന്നെ ഈ ഓക്സിലറി ലൈറ്റ്, ഈ ഫോഗ് ലാമ്പ്, ഈ 3 സാധനം വന്നപ്പോൾ തന്നെ വണ്ടീൻ്റെ ലൈറ്റിംഗ് ഇഷ്യൂസ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. പിന്നീട് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബാറ്റ്മാൻ മിറർ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സേഫ്റ്റി ഗ്ലേസിൻ്റെ കൂളിംഗ് ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. PPF ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ മോഡൽ റൂഫ് റെയിലാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ റൂഫ് റെയിൽ കണ്ടറിയാൻ ബീഡിങ് ഉൾപ്പെടെയാണ് വരുന്നത്. മറ്റേതുപോലെ ഒട്ടിപ്പ് ടൈപ്പ് അല്ല, ഇതൊരു തൈവാൻ മെയ്ഡായിട്ടുള്ള ഇമ്പോർട്ടഡ് റൂഫ് റെയിലാണ്. അലൂമിനിയമാണ്, ഫുൾ ബോഡി അലൂമിനിയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ PPF ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒട്ടുന്ന സാധനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യത്തെ കുറച്ച് നാളത്തേക്ക്. ആ ഒരു സാധനം പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ കണ്ടപ്പോൾ കസ്റ്റമർ ഇഷ്ടപ്പെട്ട അലൂമിനിയം റൂഫ് റെയിലാണ് വെച്ചേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ റെയിൻ ഗാർഡ് ഫുൾ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാലിപ്പേഴ്സിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഒരു ഫുൾ സെറ്റ് ആംബിയൻ ലൈറ്റ്, 9 പീസിൻ്റെ ആംബിയൻ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ക്രോം വരുന്ന ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 4 ഡോറിൽ ആംബിയൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഓക്സിലറി ലൈറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബ്ലാക്ക് വരുന്ന എല്ലാ AC വെയിൻസ് ഉൾപ്പെടെ എല്ലാ പീസും റിമൂവ് ആക്കിയിട്ട് ആ ക്രോം എല്ലാം ഡിലീറ്റ് ചെയ്ത് ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഈ പീസുകളെല്ലാം ഗ്ലോസി ബ്ലാക്കാണ്. അതേപോലെ ആംറസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ പീസും ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന വ്യത്യാസം ഈ ടെയിൽ ലാമ്പിലാണ്. ഈ ടെയിൽ ലാമ്പ് നമ്മുടെ ലെക്സസ് മോഡൽ ടെയിൽ ലാമ്പാണ്. ഇതിനകത്ത് നമുക്ക് ഇന്നോവ എന്ന് പറയുന്ന ലെറ്റേഴ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് അത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആക്കിയാണ്. വണ്ടി ഒരു ഫുൾ ഓൾ ബ്ലാക്ക് തീമിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് റിഫ്ലക്ടർ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർക്ക്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് എല്ലാം വരുന്നതാണ്. പിന്നെ ഒരു ഡ്യുവൽ ടിപ്പ്, ആക്രോപോവിക്കിൻ്റെ ഒരു ഡ്യുവൽ ടിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി എന്തായാലും ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം. കറക്റ്റ് ഒരു സ്മോക്ക് എഫക്റ്റിന് വേണ്ടി നമ്മൾ ഈ ഓൾറെഡി വരുന്ന ഹെഡ് ലാമ്പിനെ, ടെയിൽ ലാമ്പിനെ ഒന്നുകൂടെ സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി ഫുൾ കസ്റ്റമർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ലുക്ക് ഈ സാധനം തരുന്നുണ്ട്. പിന്നെ അലോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അലോയ്സ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു കോപ്പർ കളറിലാണ്. അത് വണ്ടിയായിട്ട് കറക്റ്റ് മാച്ച് ആയി പോകുന്നുണ്ട്. ടയേഴ്സ് ഓൾറെഡി കസ്റ്റമർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യോക്കോഹാമേൻ്റെ ബ്ലൂ എർത്താണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ വ്യത്യാസമുള്ളതാണ്. വണ്ടിയിൽ അതൊരു നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. റൈഡിങ് കംഫോർട്ട് നമ്മളിതൊരു ഓടിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ടയർ ഓപ്ഷൻ ഇത് തന്നെയാണ്. പിന്നീട് ചെയ്തിരിക്കുന്നത് ഈ മൊഡിലിസ്റ്റ സ്കേർട്ടാണ്. നമ്മൾ സ്ഥിരം എല്ലാ വണ്ടിയിലും ചെയ്യുന്ന സാധനമാണ്.
നമുക്ക് ഹൈക്രോസിന് എന്തൊക്കെ ആക്സറീസ് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷേ ഈ മൊഡലിസ്റ്റ കിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പം ഏകദേശം ഇത്രയും വർക്കുകളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ZXO വേരിയൻ്റ് ആണ്. PPF ഉൾപ്പെടെ ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹൈക്രോസിന് ഇതുപോലുള്ള എന്തെങ്കിലും വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.